+1 ബോട്ടണിയുടെ 7th ചാപ്റ്ററായ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് പാർട്ട് 3യിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വാട്ടറൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഡിഫ്യൂഷനും ഓസ്മോസിസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓസ്മോസിസിൽ എന്താ സംഭവിക്കുന്നത്? അതും വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഓസ്മോസിസ് ഒക്കെ വളരെ സ്ലോ പ്രോസസ്സാണ്. വളരെ സ്ലോ ആയിട്ടും ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് വാട്ടറിനെ മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് 50 മൈക്രോമീറ്റർ 2.5 സെക്കൻഡ് കൊണ്ടൊക്കെ വളരെ സ്ലോ ആയിട്ടും വളരെ ചെറിയ ഡിസ്റ്റൻസൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് സോയിലുള്ള വാട്ടറൊക്കെ റൂട്ട് വഴി സ്റ്റെമ്മിൽ കൂടി ലീഫിലെത്തണം. ഇതൊരു ലോങ് ഡിസ്റ്റൻസാണ് വേണ്ടത്. ലോങ് ഡിസ്റ്റൻസിൽ എന്നതിലുപരി അതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലും വേണം. അപ്പോൾ 2 ടേമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോങ് ഡിസ്റ്റൻസും ഹ്യൂജ് ക്വാണ്ടിറ്റിയും. അപ്പോൾ ഓസ്മോസിസിൽ ഇത് രണ്ടും പറ്റത്തില്ല. ഹ്യൂജ് ക്വാണ്ടിറ്റിയും പറ്റത്തില്ല, ലോങ് ഡിസ്റ്റൻസും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ എന്നാണ് പറയുന്നത്. നമ്മളിതിൽ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട്. അപ്പോൾ ബൾക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ലോങ് ഡിസ്റ്റൻസ് ത്രൂ കണ്ടക്റ്റിംഗ് ടിഷ്യൂ. ഈ കണ്ടക്റ്റിംഗ് ടിഷ്യൂവിൽ കൂടിയാണ്, അതായത് സൈലത്തിൽ കൂടെ അല്ലെങ്കിൽ ഫ്ലോയത്തിൽ കൂടിയാണ് ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ വാട്ടറും മിനറൽ ഇല്ലെങ്കിൽ ഫുഡൊക്കെ മൂവ് ചെയ്യുന്നത്. നമ്മൾ അതിനെ ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടറും മിനറലും ഈവൻ ഫുഡ് വരെ ലോങ് ഡിസ്റ്റൻസിൽ ഹ്യൂജ് എമൗണ്ടിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മുടെ വാട്ടറിൻ്റെ കേസ് എടുക്കാം. വാട്ടർ എവിടെയാണ് കാണുന്നത്? സോയിലിൽ കാണും. അത് ഹ്യൂജ് എമൗണ്ടിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എന്ത് പറയും? ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ കണ്ടക്റ്റിംഗ് ടിഷ്യൂ ഇൻവോൾവ് ആണെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ മാസ് ഫ്ലോ എന്നോ ബൾക്ക് ഫ്ലോ എന്നൊക്കെ പറയും. ഇനി ഫ്ലോയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇപ്പോൾ റൂട്ടിലാണ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഫ്ലോയം വഴി ഈ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് റൂട്ടിലെത്തണം. അത് ഫ്ലോയം വഴിയാണ്. അതൊരു കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ കണ്ടക്റ്റിംഗ് ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ് മെറ്റീരിയൽസ്, മിനറൽസ്, ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മളതിനെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഇനി ഈ വാട്ടറിൻ്റെ കേസിലാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വാട്ടറിനെ പറ്റി മാത്രം പഠിക്കാം. സൈലം വെസൽസിനെ പറ്റി, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി അത് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫുഡിൻ്റെ കാര്യം പഠിക്കുന്നില്ല, ഫ്ലോയം ടിഷ്യൂവിനെ പറ്റി പഠിക്കുന്നില്ല. നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് സൈലത്തിൻ്റെ കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ സൈലത്തിലേക്ക് വാട്ടർ എത്തണം. അപ്പോൾ ഇനിഷ്യലി വാട്ടർ എവിടെയാണ്? സോയിൽ പാർട്ടിക്കിളിൻ്റെ ഇടയിലാണ്. ഇതാണ് സോയിൽ പാർട്ടിക്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ടിൻ്റെ റൂട്ട് ഹെയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോയിൽ പാർട്ടിക്കിളിന് ഇടയിലുള്ള അയോൺസ് വാട്ടറൊക്കെ എന്ത് ചെയ്യണം? റൂട്ട് ഹെയർ വഴിയാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ 2 പാത്ത് വേ ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാത്ത് വേ അപ്പോപ്ലാസ്റ്റ് പാത്ത് വേ, സെക്കൻഡ് വൺ സിംപ്ലാസ്റ്റ് പാത്ത് വേ. ഇങ്ങനെ 2 പാത്ത് വേയിൽ കൂടിയാണ് സോയിലിലുള്ള വാട്ടർ മോളിക്യൂൾസ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്ലൈഡിൽ ഞാൻ അപ്പോപ്ലാസ്റ്റ് പാത്ത് വേ പറ്റിയും സിംപ്ലാസ്റ്റ് പാത്ത് വേ പറ്റിയും ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. ശ്രദ്ധിക്കുക. ഇത് ഒരു റൂട്ടിൻ്റെ സെക്ഷനാണ്. ആ സെക്ഷൻ്റെ അകത്ത് നമുക്ക് കാണാം ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എപ്പിഡെർമിസിൽ നിന്നാണ് ഈ എപ്പിഡെർമൽ ഹെയർ അല്ലെങ്കിൽ റൂട്ട് ഹെയർ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, അതാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്ന എപ്പിഡെർമിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ എപ്പിഡെർമിസിന് തൊട്ട് ഉള്ളിലേക്കുള്ള സെല്ലുകളെല്ലാം നമ്മൾ കോർട്ടക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കോർട്ടക്സ് എന്ന് വരച്ചിരിക്കുന്നത്. എപ്പിഡെർമിസിനുള്ളിൽ കോർട്ടക്സിനുള്ളിൽ കാണുന്ന ഈ ലൈറ്റ് ഓറഞ്ച് കളറിൽ കാണുന്നതാണ് നമ്മുടെ എൻഡോഡെർമിസ്. അതാണ് ഇവിടെ എൻഡോഡെർമിസ് എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിനുള്ളിൽ കാണുന്ന 2-3 ലെയറാണ് നമ്മൾ പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിൾ
അതാണ് ഇവിടെ പെരിസൈക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പെരിസൈക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വാസ്കുലാർ ടിഷ്യൂ. വാട്ടറിൻ്റെ കേസിലെ പറയാൻ പോകുന്നത്. വാട്ടറിൻ്റെ കേസിൽ വാട്ടർ എങ്ങോട്ടാണ് കയറുന്നത്? സൈലം വെസൽ വഴിയാണ് കയറുന്നത്. അപ്പോൾ ഈ പെരിസൈക്കിളിനുള്ളിൽ ഈ റൗണ്ട് പോലെ കാണുന്ന സ്ട്രക്ചറാണ് സൈലം എന്ന് പറയുന്നത്. സൈലം. ഈ സൈലത്തിനിടയിൽ നമുക്ക് കാണുന്ന ഗ്രീൻ കളറായിട്ടുള്ള സെല്ലുകളാണ് ഫ്ലോയ എന്ന് പറയുന്നത്. നമുക്ക് ഫ്ലോയത്തെ പറ്റി പഠിക്കാനില്ല, കാരണം നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്നത് വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ സൈലം വരെ എത്തണം. അപ്പോൾ ഈ പെരിസൈക്കിൾ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് കാണുന്നത്? സൈലം കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യമേ എപ്പിഡെർമിസിനകത്ത് കോർട്ടക്സ്, ഇത്രയും കോർട്ടക്സ് ആണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ എൻഡോഡെർമിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ പെരിസൈക്കിളുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. പെരിസൈക്കിളിൻ്റെയും ഉള്ളിലാണ് നമ്മൾ കാണുന്ന സൈലം ഉള്ളത്. അതിങ്ങനെ ഓർഡറിൽ അങ്ങ് വരച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വാട്ടർ എവിടെ കാണും? നമ്മുടെ സോയിൽ പാർട്ടിക്കിളിൻ്റെ ഇടയിൽ വാട്ടർ കാണും. സോയിൽ പാർട്ടിക്കിൾസിനിടയിലുള്ള വാട്ടർ രണ്ട് രീതിയിലാണ്. ഒന്ന് അപ്പോപ്ലാസ്റ്റ് പാത്വേ, ഇല്ലെങ്കിൽ സിംപ്ലാസ്റ്റ് പാത്വേ കൂടെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ എന്താണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് ചോദിച്ചാൽ, അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടെ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ഈ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് കയറുകയല്ല ചെയ്യുന്നത്. ഈ സെല്ലുകൾക്കിടയിലുള്ള സ്പേസിനാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസിൽ കൂടി ഇതിങ്ങനെ വന്ന് എവിടം വരെ എത്തും? എൻഡോഡെർമിസ് വരെ എത്തും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇൻ്റർസെല്ലുലാർ സ്പേസ്, അതല്ലെങ്കിൽ വാൾസ് ഓഫ് ദ സെൽ വാളിൽ കൂടെ വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്തും എപ്പിഡെർമിസ്, ദെൻ കോർട്ടക്സിൻ്റെ സെൽ വാളിൽ കൂടെ അവസാനം എൻഡോഡെർമിസ് വരെ എത്തും. എൻഡോഡെർമിസിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കാസ്പേരിയൻ സ്ട്രിപ്പ് അല്ലെങ്കിൽ കാസ്പേരിയൻ തിക്കനിങ് ഉണ്ട് എൻഡോഡെർമിസിൽ. അപ്പോൾ ഈ കാസ്പേരിയൻ സ്ട്രിപ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാട്ടറിനെ കടത്തിവിടത്തില്ല. അപ്പോൾ വാട്ടർ അവിടെ വെച്ച് സ്റ്റോപ്പായി, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് സിംപ്ലാസ്റ്റ് പാത്വയെ പറ്റി നോക്കാം. സിംപ്ലാസ്റ്റ് പാത്വേയിൽ വാട്ടർ റൂട്ട് ഹെയറിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്യും. അതിനുശേഷം കോർട്ടക്സിലെ സെല്ല് ഓരോന്നിലേക്കും ഓരോ സെല്ലിൽ നിന്നും ഉള്ളിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് അവസാനം എവിടെ എത്തും? എൻഡോഡെർമിസിലെത്തും. അതായത് സെല്ലിൽ നിന്നും ഡയറക്റ്റ് അടുത്ത സെല്ലിലേക്ക് കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. ആ കണക്ഷന് പറയുന്നത്, അല്ലെങ്കിൽ സ്മോൾ ഓപ്പണിംഗ് എന്ന് പറയുന്ന പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ. അങ്ങനെ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പോർസാണ്, സുഷിരങ്ങളാണ്. ആ സുഷിരത്തിനാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാസ്മോഡെസ്മാറ്റ വഴി ഇവരെന്ത് ചെയ്യും? എപ്പിഡെർമിസിൽ നിന്ന് കോർട്ടക്സ്, കോർട്ടക്സിൽ നിന്ന് എൻഡോഡെർമിസ്, എൻഡോഡെർമിസിൽ നിന്ന് പെരിസൈക്കിൾ, പെരിസൈക്കിളിൽ നിന്ന് സൈലത്തിലേക്ക് എത്തി. അപ്പോൾ സിംപ്ലാസ്റ്റ് പാത്വേ കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ കളർ കാണിച്ചിരിക്കുന്നത് സിംപ്ലാസ്റ്റ് പാത്വേ ആണ്. സിംപ്ലാസ്റ്റ് പാത്വേ കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സൈലത്തിലെത്തും. അതേസമയം അപ്പോപ്ലാസ്റ്റ് പാത്വേ കൂടെ വന്നു കഴിഞ്ഞാലോ, അതായത് ഇൻ്റർസെല്ലുലാർ സ്പേസിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെ വരെ എത്തുള്ളൂ? സൈലം വരെ എത്തുള്ളൂ. സൈലം അല്ല, എൻഡോഡെർമിസ് വരെ എത്തുള്ളൂ. എൻഡോഡെർമിസിൻ്റെ കാസ്പേരിയൻ തിക്കനിങ് ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ആവും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം എന്ത് ചെയ്യുമെന്നുള്ളത് ഞാനിനി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന പോയിൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോപ്ലാസ്റ്റ് പാത്വയെ പറ്റിയിട്ടാണ്. അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് എക്സ്ക്ലൂസീവ്ലി ത്രൂ ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഇൻ്റർസെല്ലുലാർ സ്പേസിൽ കൂടെയാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആൻഡ് വാൾസ് ഓഫ് ദ സെൽ, അതുകൂടാതെ സെല്ലിൻ്റെ വാൾസിൽ കൂടെയും സെൽ വാളിൽ കൂടെയാണ് നടക്കുന്നത്. എവിടെ വരെയാണ് വരത്തുള്ളൂ? എൻഡോഡെർമിസ് വരെ വരത്തുള്ളൂ കേട്ടോ. അതിനെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി സിംപ്ലാസ്റ്റ് പാത്വയെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ്. പ്രോട്ടോപ്ലാസ്റ്റ് തമ്മിൽ ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. സെൽ ടു സെൽ ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണ് ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്. അതുവഴിയാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അവസാനം എവിടെ എത്തും? സൈലത്തിലെത്തും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ അപ്പോപ്ലാസ്റ്റ് പാത്വയെ പറ്റിയും സിംപ്ലാസ്റ്റ് പാത്വയെ പറ്റിയും പറയാനുള്ളത്. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു പ്ലാന്റിൻ്റെ റൂട്ട് ഇനീഷ്യലി വാട്ടർ അബ്സോർവ് ചെയ്യുന്നത് അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടിയാണ്. അതായത് ഇൻ്റർസെല്ലുലാർ സ്പേസിൽ കൂടെയോ അല്ലെങ്കിൽ സെൽ വാളിൽ കൂടെയോ വാട്ടർ അബ്സോർവ് ചെയ്യും. ഇവിടം വരെ എത്തും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നത്. അതിനുശേഷം ഈ വാട്ടർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻഡോഡെർമിസിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം പ്ലാസ്മോഡെസ്മാറ്റ വഴി
പെരിസൈക്കിളിലേക്കും പെരിസൈക്കിളിൽ നിന്ന് പിന്നീട് സൈലത്തിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇവിടം വരെ അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടെ വരും. അതിനുശേഷം ആ വാട്ടർ സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടെ പോയിട്ട് സൈലത്തിലേക്ക് എൻ്റർ ചെയ്യും. ഇങ്ങനെയാണ് നോർമലി ഒരു വാട്ടർ ഒരു റൂട്ട് അബ്സോർവ് ചെയ്ത് സൈലം വെസൽസ് എത്തുന്നത്. ഇനിഷ്യലി അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടിയും പിന്നീട് അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം എന്താണ്? അവിടെ കാസ്പേരിയൻ തിക്നിങ് വരും, എ ബാൻഡ് ഓഫ് സൂപ്പറൈസ്ഡ് മാട്രിക്സ്. അതുവഴി വാട്ടർ കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ വാട്ടർ നേരെ സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടി കയറി നേരെ സൈലത്തിലേക്ക് എത്തും. അങ്ങനെ വാട്ടർ അൾട്ടിമേറ്റ്ലി സൈലത്തിൽ എത്തി. അതിൻ്റെ അടുത്ത കാര്യമാണ് പറയുന്നത്, ദ വാട്ടർ മൂവ്മെൻറ്റ് ത്രൂ റൂട്ട് ലെയേഴ്സ് അൾട്ടിമേറ്റ്ലി സിംപ്ലാസ്റ്റിക് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് വന്ന ശേഷം സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടി പോയിട്ട് സൈലത്തിൽ എത്തിയെന്നാണ് പറയുന്നത്. ഇനി ഒരു സിംബയോട്ടിക് അസോസിയേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മൈക്കോറൈസ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് എ ഫംഗസ് വിത്ത് റൂട്ട് സിസ്റ്റം. ഒരു ഫംഗസ് റൂട്ട് സിസ്റ്റവുമായിട്ടുള്ള ഒരു അസോസിയേഷന് പറയുന്ന പേരാണ് മൈക്കോറൈസ. അപ്പോൾ അവിടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഒന്ന് ഒരു ഫംഗസ് ആണ്, അടുത്തത് നമ്മുടെ റൂട്ട് സിസ്റ്റമാണ്. അപ്പം രണ്ട് പേരാണുള്ളത്, ഫംഗസും റൂട്ട് സിസ്റ്റവും. അപ്പോൾ അതിലെ ഫംഗസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫംഗസ്, ഇതാണ് നമ്മുടെ റൂട്ട് സിസ്റ്റം. അപ്പോൾ ഫംഗസും റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ. എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ? രണ്ട് പേർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള അസോസിയേഷനാണ് സിംബയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ അതിന് ഫംഗസിന് എന്താ ഗുണം? ഫംഗസിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഷുഗർ ആൻഡ് നൈട്രജൻ, അതായത് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ആർക്ക്? ഫംഗസിന്. ഇനി ഈ ഫംഗസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫംഗസ് അബ്സോർബ് മിനറൽ അയോൺ ആൻഡ് വാട്ടർ ഫ്രം സോയിൽ. ഈ സോയിലിലെ മിനറലിനെ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് റൂട്ടിന് കൊടുക്കും. അങ്ങനെ രണ്ട് പേർക്കും ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടും. ഫംഗസിന് ഫുഡ് കിട്ടും, റൂട്ടിന് വാട്ടറും മിനറലും കിട്ടും. അങ്ങനെ രണ്ട് പേർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള അസോസിയേഷനാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെ മൈക്കോറൈസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്ലാന്റ് പറയുന്നുണ്ട്, പൈനസ് സീഡ്. പൈനസ് സീഡും ഇങ്ങനെ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ടുള്ള മൈക്കോറൈസ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടർ മൂവ്മെൻറ്റ് അപ്പ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൽ കൂടി എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു വാട്ടർ സോയിൽ പാർട്ടിക്കിൾസിലാണുള്ളത്. അത് റൂട്ടിൽ കൂടെ ആദ്യം അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടിയും പിന്നീട് സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടിയും സൈലം വരെ എത്തി. ഇനി സൈലത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? വാട്ടർ ഇങ്ങനെ കയറി വന്ന് സ്റ്റെമ്മിൽ കൂടെ വന്ന് അൾട്ടിമേറ്റ്ലി ലീഫിലെത്തണം. ലീഫിൽ മുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഘടകങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കമ്പോണൻറ്റ്സ്, കുറച്ച് ഫാക്ടേഴ്സൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത്. അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് റൂട്ട് പ്രഷർ, രണ്ട് ട്രാൻസ്പിറേഷൻ പൂൾ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വാട്ടർ സൈലത്തിലുള്ള വാട്ടർ മുകളിലെ ലീഫിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി? സൈലം വരെ എത്തിയതേ ഉള്ളൂ. ഈ സൈലത്തിൽ നിന്ന് ഇനി വാട്ടർ എങ്ങോട്ടേക്ക് എത്തണം? ലീഫിലേക്ക് മുകളിലേക്ക് കയറി വരണം. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റൂട്ട് പ്രഷർ. ആസ് അയോൺസ് ഫ്രം ദ സോയിൽ ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട് ഇൻ ടു ദ വാസ്കുലാർ ടിഷ്യൂ ഓഫ് റൂട്ട്സ്, വാട്ടർ ഫോളോസ്. അങ്ങനെ സോയിലിലെ അയോൺസും വാട്ടറും ഒക്കെ ആദ്യം അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടിയും പിന്നീട് സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടെ എവിടെ എത്തി? സൈലത്തിലെത്തി. ആൻഡ് ഇൻക്രീസ് ദ പ്രഷർ ഇൻസൈഡ് സൈലം. അങ്ങനെ സൈലത്തിലെ പ്രഷർ കൂടി. അപ്പോൾ ഇവിടുന്ന് വാട്ടർ ആദ്യം അപ്പോപ്ലാസ്റ്റ് പാത്വേയിൽ കൂടെയും പിന്നീട് സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടെയും എത്തിയിട്ട് സൈലത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും സൈലത്തിലെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ സൈലത്തിലെ പ്രഷർ കൂടുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് നമ്മൾ റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂട്ട് പ്രഷർ കൂടാൻ നേരത്ത് എന്ത് ചെയ്യും? റൂട്ട് പ്രഷർ കൂടാൻ നേരത്ത് ഇവിടുത്തെ വാട്ടറിനെ ഒരു ചെറിയ ഹൈറ്റിലേക്ക്, ഇത്രയും ഹൈറ്റിലേക്ക് ആ വാട്ടറിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ റൂട്ട് പ്രഷറിന് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു പുഷ് അപ്പ് വാട്ടർ ടു സ്മോൾ ഹൈറ്റ് ഇൻ ദ സ്റ്റെമ്മിലെ ഒരു ചെറിയ ഹൈറ്റിലേക്ക് വരെ എത്തിക്കാൻ സാധിക്കും. പക്ഷെ മൊത്തം മുകളിലേക്ക് എത്തിക്കത്തില്ല, ചെറിയൊരു ഹൈറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി ഈ റൂട്ട് പ്രഷർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്
എന്ന് പ്രൂവ് ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡ്യൂറിങ് ഏർലി മോർണിംഗ് ഹാവിങ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ കട്ട് എ സോഫ്റ്റ് പ്ലാന്റ് സ്റ്റെം ഹൊറിസോണ്ടലി നിയർ ദ ബേസ്. ഒരു പ്ലാന്റ് എടുക്കുക, താഴത്തേക്ക് റൂട്ടൊക്കെ ഉണ്ട്, ലീഫൊക്കെ ഉള്ളൊരു ചെറിയൊരു പ്ലാന്റ്. ആ പ്ലാന്റ് എന്ത് ചെയ്തു, ഇവിടെ വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്യാൻ നേരത്ത് അതെന്തായിട്ട് മാറും, താഴത്തേക്ക് റൂട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ടോപ്പിൽ ഒരു ഡ്രോപ്പ് വാട്ടർ ഫോം ചെയ്യും. എന്തുകൊണ്ടാണ് ഒരു ഡ്രോപ്പ് വാട്ടർ ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, റൂട്ട് പ്രഷർ കാരണം. അതായത് ഇതുവഴി ഇങ്ങനെ അബ്സോർവ് ചെയ്ത വാട്ടർ ആദ്യം അപ്പോപ്ലാസ്റ്റ് പാത്തിൽ കൂടെയും പിന്നീട് സിംപ്ലാസ്റ്റ് പാത്തിൽ കൂടെയും സൈലം വെസൽസിലെത്തി കഴിയുമ്പോൾ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. അതിനാണ് റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ആ റൂട്ട് പ്രഷർ മൂലം ഒരു ചെറിയ ഹൈറ്റിലേക്ക് വാട്ടർ മൂവ് ചെയ്ത് മുകളിലെത്തി. അതാണ് നമ്മൾ അവിടെ കാണുന്ന ആ ഒരു സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ. അപ്പം അത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്, റൂട്ട് പ്രഷറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ് ഗട്ടേഷൻ? നമ്മൾ ട്രാൻസ്പിറേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ട്രാൻസ്പിറേഷൻ? ഇറ്റ്സ് എ ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റയിൽ കൂടി, ലീഫിലെ സ്റ്റൊമാറ്റയിൽ കൂടിയും വാട്ടർ വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ. ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതും വാട്ടർ നഷ്ടമാകുന്നതാണ്, പക്ഷേ വാട്ടർ വേപ്പറായിട്ടല്ല പോകുന്നത്, ലിക്വിഡായിട്ട് തന്നെ അല്ലെങ്കിൽ വാട്ടറായിട്ട് തന്നെ ഹൈഡത്തോഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പണിംഗ് ഉണ്ട്. ആ ഹൈഡത്തോഡ് കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളതിനെ ഗട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ത്രൂ ഹൈഡത്തോഡിൽ കൂടി ലിക്വിഡായിട്ട് വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഗട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഗ്രാസിൽ വലിയ ഹൈറ്റ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ആ റൂട്ട് പ്രഷറിനെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഗ്രാസിൽ ഈ എൻഡിൽ നമുക്ക് ഡ്രോപ്ലെറ്റ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫിഗറിൽ ഉണ്ടോ, ഈ ഒരു ലീഫിൻ്റെ ഇതാണ് വെയിൻ. ഈ വെയിനിൻ്റെ എൻഡിൽ ഒരു വാട്ടർ ഡ്രോപ്സ് നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗട്ടേഷനാണിത്. അത് വാട്ടറായിട്ട് തന്നെ ഈ ഹൈഡത്തോഡിൽ കൂടെ വന്ന് പുറത്തേക്ക് നിൽക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അവിടെയുള്ള ചെറിയ ഓപ്പണിംഗ് ആണ് ഹൈഡത്തോഡ് എന്ന് പറയുന്നത്. ആ ഹൈഡത്തോഡിൽ കൂടി വാട്ടറായിട്ട് മുകളിലേക്ക് വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? റൂട്ട് പ്രഷർ. ഈ റൂട്ട് പ്രഷർ ഉള്ളത് കാരണം ചെറിയ ഹൈറ്റിലേക്ക് വാട്ടർ എന്ത് ചെയ്തു, മുകളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് റൂട്ട് പ്രഷറിൻ്റെ എക്സിസ്റ്റൻസിന്, അങ്ങനെ റൂട്ട് പ്രഷർ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള 2 ഇൻസിഡൻ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വാട്ടർ ഒരു ചെറിയ ഹൈറ്റിലേക്ക് വന്നു, പക്ഷേ ഇനിയും മുകളിലേക്ക് ഉയർന്നു വന്നാലേ ലീഫിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അതിനു വേണ്ടി ഇൻ മോസ്റ്റ് പ്ലാന്റ്സ് മജോറിറ്റി ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓക്കേഴ്സ് ബൈ ട്രാൻസ്പിറേഷൻ പുൾ വഴിയാണ് ബാക്കി മുകളിലേക്കുള്ള വാട്ടർ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്താണെന്ന് അറിയാലോ, ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ. ഈ ലീഫിൽ സ്റ്റൊമാറ്റ ഉണ്ട്. ആ സ്റ്റൊമാറ്റയിൽ കൂടി വാട്ടർ എന്ത് ചെയ്യുക, വാട്ടർ വേപ്പറായിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ എക്സൈലമാണ്, സ്റ്റെമ്മിലെ എക്സൈലം. ഈ എക്സൈലത്തിൽ ഈ ബ്ലൂ ഡോട്ട് പോലെ കാണുന്നതാണ് വാട്ടർ. അപ്പോൾ വാട്ടർ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയിൻ പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു എൻലാർജ്ഡ് വ്യൂ ഉണ്ട് കേട്ടോ, വാട്ടർ മോളിക്യൂളിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ വാട്ടർ മോളിക്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ വഴി മുകളിലേക്ക് വാട്ടർ പോകും തോറും ഈ താഴെ നിന്ന് വാട്ടറിനെ മുകളിലേക്ക് പുള്ള് ചെയ്യും. അത് നമ്മൾ ട്രാൻസ്പിറേഷൻ പുള്ള്. ഇപ്പോൾ ട്രാൻസ്പിറേഷൻ കാരണമാണ് ഇങ്ങനെയൊരു പുള്ള് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പിറേഷൻ കാരണം വാട്ടർ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഒരു ചെയിൻ പോലെയാണ് വാട്ടർ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, മുകളിലേക്ക് വാട്ടർ വലിഞ്ഞു പോകും തോറും താഴേന്ന് വാട്ടർ എന്ത് ചെയ്യും, മുകളിലേക്ക് കയറി വരും. അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ്പിറേഷൻ പുള്ളിനെ സഹായിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, കോഹഷനും അഡ്ഹഷനും. എന്താണ് കോഹഷൻ? സെയിം മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ പറയുന്ന പേരാണ് കോഹഷൻ. ഇവിടെ കണ്ടോ, ഈ വാട്ടർ മോളിക്യൂളും ഈ വാട്ടർ മോളിക്യൂളും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.
അട്രാക്ട് ചെയ്യുന്നതാണ് ഒരു ബോണ്ട് വഴി അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കോഷൻ എന്ന് പറയുന്നത്. സെയിം മോളിക്യൂൾ നമ്മൾ അട്രാക്ഷനാണ്. ഇനി അഡ്ഹഷൻ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് നമ്മൾ അട്രാക്ഷനാണ്. അതിനാണ് എടുക്കുന്നത് ഇവിടെ വാട്ടർ മോളിക്യൂളും ഇവിടെ ഈ സൈലത്തിൻ്റെ വാളും. ഈ സൈലത്തിൻ്റെ വാളും ഈ വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിലെ മോളിക്യൂൾസാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ അഡ്ഹഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കോഷനും അഡ്ഹഷനും കൂടാതെ ഈ ട്രാൻസ്പിരേഷൻ പുള്ളും ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഈ റൂട്ട് പ്രഷർ വരെ ഇവിടെ വരെ എത്തിയിരിക്കുന്ന വാട്ടർ വീണ്ടും മുകളിലേക്ക് അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് കയറി വരുന്നത്. ഇതിനെ നമ്മൾ കോഷൻ, ടെൻഷൻ, ട്രാൻസ്പിരേഷൻ, പുൾ മോഡൽ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മുടെ സോയിൽ പാർട്ടിക്കിളുള്ളിൽ എന്തുണ്ട്? വാട്ടറുണ്ട്. ആ വാട്ടർ രണ്ട് രീതിയിൽ റൂട്ടിനെ അബ്സോർവ് ചെയ്യാം. ഒന്നെങ്കിൽ അപ്പോപ്ലാസ്റ്റ് പാത്തുകളിൽ കൂടിയും ഇല്ലെങ്കിൽ സിംപ്ലാസ്റ്റ് പാത്തുകളിൽ കൂടിയും. പക്ഷേ നോർമലി പ്ലാന്റ്സ് ആദ്യം അപ്പോപ്ലാസ്റ്റ് പാത്തുകളിൽ കൂടി വാട്ടർ അബ്സോർവ് ചെയ്തതിന് ശേഷം സിംപ്ലാസ്റ്റ് പാത്തുകളിൽ കൂടെ വരും. എന്നിട്ട് സൈലത്തിലേക്ക് കൊടുക്കും. സൈലത്തിലേക്ക് കൊടുക്കാൻ നേരത്ത് സൈലത്തിലൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മൾ റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ആ റൂട്ട് പ്രഷർ കാരണം റൂട്ടിലെ വാട്ടർ ഒരു സ്മോൾ ഹൈറ്റിലേക്ക് വരും. അതിനുശേഷം ഇതിന് മുകളിലേക്ക് വരാൻ സാധിക്കത്തില്ല, ഒരു ചെറിയ ഹൈറ്റിലേക്ക് വരും. അതിനുശേഷം കോഷൻ, ടെൻഷൻ, ട്രാൻസ്പിരേഷൻ, പുള്ള് വഴി എന്ത് ചെയ്യും? വീണ്ടും മുകളിലേക്ക് വന്ന് ലീഫിലേക്ക് എത്തും. ലീഫിലേക്ക് വാട്ടർ മിനറൽ എത്തിയതിന് ശേഷം ഫോട്ടോസിന്തസിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.